ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി പറ ഗൈസ്. ഏതാണ് സിനിമ? ഏറ്റവും ലാസ്റ്റ് വാഴ കാണാൻ പോകുന്ന ആൾക്കാരാണ് ഗൈസ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ വാഴ കാണാൻ പോവുകയാണ്. ലിപ്സ്റ്റിക് പറഞ്ഞു പോയോ? നമുക്ക് സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല ഗൈസ്. കയ്യിൽ പനിയോ പറ്റില്ല. പിന്നെ ഇവർക്ക് ലൈസൻസ് ഇല്ല. സോ അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി. കുറേ നേരം നോക്കിയിരുന്നില്ല, അപ്പോൾ തന്നെ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടോ. പിന്നെ ഭയങ്കര തിരക്കുള്ള സിറ്റിയൊന്നും അല്ല നമ്മുടെ അടിമാലി, കുഞ്ഞു സിറ്റിയാണ്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ എത്തി, തിയേറ്ററിലെത്തി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു ചതി മനസ്സിലാക്കിയത് ഗൈസ്. നമ്മുടെ വാഴ ടിക്കറ്റ് വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് 3:49 നമ്മുടെ ടിക്കറ്റ് ക്യാൻസൽ ആയിരിക്കുന്നു. AC കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ ടിക്കറ്റ് ക്യാൻസൽ ആയി. ഇനി നമുക്ക് 9 മണിക്ക് ഷോ ഉള്ളൂ. അപ്പോൾ നമ്മളിനി മാറി മധുവിധു യാത്ര. അങ്ങനെ മധുവിധുവിന് രണ്ടാമത് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഗൈസ്. മറ്റേ പൈസ നമുക്ക് റീഫണ്ട് കയറി. നമ്മൾ രണ്ടാമത് ബുക്ക് ചെയ്തിരിക്കുന്നു മധുവിധു. അങ്ങനെ നമ്മൾ മധുവിധു ബുക്ക് ചെയ്തു. പക്ഷെ നമുക്കിനി ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട്. നമുക്ക് ആ സമയം കളയാൻ വേണ്ടി നമ്മൾ വിചാരിച്ചു നമുക്ക് സ്മാർട്ട് ബസാറിൽ പോയി കുറച്ച് നേരം മേസിക്കകത്ത് കിടന്ന് കറങ്ങി തിരിഞ്ഞ് വരാമെന്ന്. പക്ഷെ നമുക്ക് 9 മണി ആണെങ്കിൽ നമുക്ക് ഫുഡും കഴിക്കാനുള്ള ടൈമുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്മാർട്ട് ബസാറിൽ കയറി. പക്ഷെ അവിടെ കയറിയിട്ട് ഞങ്ങൾ ആകെപ്പാടെ കൂടിപ്പോയി ഒരു ഫേസ് വാഷ് മാത്രം മേടിച്ചിട്ടുണ്ട്. നമ്മൾ ലേസൊക്കെ മേടിച്ചു, ശരിയാണ്. പിന്നെ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കഴിക്കാനുള്ളതൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ. നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണ്ടൊക്കെ പറഞ്ഞു. കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കളിച്ച് കുറേ നേരം നടന്നു. എല്ലാ ഫ്ലോറിലും നിരങ്ങി, എല്ലാ സാധനങ്ങളും മേടിച്ചെടുത്ത് നോക്കി, വിലയും നോക്കി, അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. എത്ര നേരം നമ്മൾ അവിടെ നടന്നു നമുക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട സീൻ അപ്പു തെന്നി അടിച്ച് വീഴുന്നതാണ് ഗൈസ്. അവൻ പുറകിലേക്ക് ക്യാമറ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ എത്തി. അവിടെ നമുക്ക് നമ്മുടെ മൊത്തം വെസ്റ്റേൺ വിയേഴ്സിൻ്റെ ഒക്കെ ഫ്ലോറായിരുന്നു. അവിടെയും കയറി നമ്മൾ 2-3 ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കി. എല്ലാം തപ്പി പറക്കിയൊക്കെ നടന്നു. അവിടെ ചെന്നു. നമ്മൾ 2 ഡ്രസ്സ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. 2 ഇഷ്ടപ്പെട്ടു. പക്ഷെ അതുപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് പോന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ട്രയൽ ചെയ്ത് നടന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പുതിയ പുതിയ കളക്ഷൻസും ഓഫേഴ്സും ഒക്കെ കണ്ട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആ ഫ്ലോറിൽ നിന്നും, സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് നമ്മൾ വോയിസ് ഓവർ അല്ലാതെ ഡയറക്റ്റ് സംസാരിച്ചായിരുന്നു. പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പോകുന്നതാണ് നമുക്കത് ഇവിടെ ഇടാൻ പറ്റില്ല ഗൈസ്. നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഈ വ്ലോഗിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചുമപ്പ് മയം മാത്രമേ ഉള്ളൂ. എന്നെ മാത്രമേ ഇതിനകത്ത് കാണാനുള്ളൂ. പക്ഷേ ഞങ്ങളെല്ലാവരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കഴിഞ്ഞാൽ സ്മാർട്ട് ബസാറിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാം തന്നെ കാണാം. എന്തിനാണ് ഈ ഹെൽമെറ്റിലൊക്കെ പോയി അവൻ വീഡിയോ എടുത്തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടുത്തെ ഓഫർ കാണിക്കാനായിരിക്കും. പക്ഷേ എടുത്ത് നോക്കി, കണ്ടോ ഈ ടോപ്പൊക്കെ നമ്മൾ എടുത്ത് നോക്കി, ഇഷ്ടപ്പെട്ടു. പക്ഷേ സൈസ് ഓവർ സൈസ് ആയിരുന്നു. അപ്പോൾ നമുക്കത് ഇതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഓവർ സൈസ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ചെറുതും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതും എടുത്തില്ല. പിന്നെ നമ്മൾ അവിടെ കറങ്ങി തിരിഞ്ഞ് തെണ്ടി നിറഞ്ഞ് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളവിടെ വെച്ച് ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ട പോപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. ഇനി നമുക്ക് ബർത്ത്ഡേ മാസങ്ങളാണ്. നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേ ഇനി ഓരോരുത്തരുടെ ആയിട്ട് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് വ്ളോഗായിട്ട് ഇടാം ഗൈസ്. വലിയ സെലിബ്രേഷൻ അല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന സെലിബ്രേഷനും ഇതൊക്കെ നമുക്കിടാം. സത്യം പറഞ്ഞാൽ ഇതൊരു സ്മാർട്ട് ബസാർ വ്ളോഗായിപ്പോയി. അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് കറങ്ങുന്നതായിപ്പോയി. അവസാനം ഇതാണ് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത ഡ്രസ്സ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത്, ഇതെല്ലാം നമ്മൾ മേടിക്കുന്നത് നമുക്ക് തിയേറ്ററിൽ പോയി ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ കപ്പ് നൂഡിൽസൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കുറേ ലേസും ബിങ്കോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്കാണ് നമ്മൾ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ എത്തിയത്. അവിടെ എത്തിയപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ സ്ഥിരം എല്ലാവരും കൂടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറേ മിഠായി ചോക്ലേറ്റ്സൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 7 മണി
7:30 തോന്നുന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ എന്തായാലും ആ സമയമാവും. അങ്ങനെ നമ്മൾ അവിടെയുള്ള ലഹാബ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമുക്ക് 8:30 9 മണി വരെ അല്ല 8:50 വരെ നമുക്ക് ഫുഡ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 7:29. ഇനി 1 മണിക്കൂറാണ് നമ്മളിവിടെ ചിലവാക്കുന്നത്. ഇനി നമ്മുടെ ഫേവറേറ്റ് പാർട്ടാണ് ഗൈസ്, ഫുഡ് അടിക്കാനാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മന്തി, അൽഫാം മന്തി ഓർഡർ ചെയ്തു. പിന്നെ ദം ബിരിയാണി ഉണ്ടായിരുന്നു, ഫ്രഷ് ലൈം ഉണ്ടായിരുന്നു, അല്ലാതെ നോർമൽ പെരി അൽഫാം ഉണ്ടായിരുന്നു, നോർമൽ അൽഫാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ച് നമ്മൾ 8:30 കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ ഒരു 9 മണി, കറക്റ്റ് 9 മണിക്ക് മുമ്പ് ഒരു 8:45 കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ തിയേറ്ററിലെത്തി. അങ്ങനെ നമ്മൾ പിന്നെ അവസാനം കാത്തിരുന്ന് വലിച്ച് നീട്ടി സിനിമയ്ക്ക് കയറി. വീട്ടിൽ അന്നേരം അമ്മയും വിജയമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡൊന്നും മേടിച്ചെടുക്കരുത്, മോശമായതുകൊണ്ട് നമ്മൾ ഫുഡ് പാഴ്സൽ മേടിച്ച് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു, സ്കൂട്ടറിന് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു. പക്ഷെ അത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കരുതുന്നത്. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം, അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. അപ്പോൾ അമ്മ ഇവിടെ തേങ്ങ അരിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക്. മൂവി ഓക്കെ എന്നാണ് പേഴ്സണലി പറയാനുള്ളൂ. അത്ര ഒരു ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാമെന്നേ ഉള്ളൂ, അല്ലാതെ അത്ര എഫേർട്ട് എടുത്തപ്പോൾ കാണേണ്ട മൂവി ഞാൻ തോന്നിയില്ല. അത്ര കോമഡി ഒന്നും അത്ര വർക്കൗട്ട് ആയില്ല. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ ഒരു ആവറേജ് ഉള്ളൂ, പക്ഷെ അത്ര അടിപൊളിയൊന്നുമില്ല. അതുകൊണ്ട് 100-100 ഒരു 70. എനിക്ക് 80 ഒന്നും തോന്നി. ഒത്തിരി കോമഡി എനിക്കൊരു 50 അത്രയാണ്. അങ്ങനെ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളങ്ങനെ വലിച്ചു നീട്ടി നമുക്കൊരു വാഴ കാണാൻ പോയി. നമ്മൾ മധുവിധ്യവും കണ്ട് ഫുഡും കഴിച്ച് സ്മാർട്ട് ബസാറും പോയി തെണ്ടി തിരിഞ്ഞ് രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോയി. പിന്നെ നമ്മളെല്ലാവരും വീട്ടിൽ പോയി കുറേ നേരം വർത്തമാനം പറഞ്ഞ് 2 മണി 3 മണിയപ്പോൾ കിടന്നു. അത്രേ ഉള്ളൂ. എന്നാലും ഒരു രസമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇവിടുന്ന് തൊട്ടടുത്തൊരു പോയപ്പോൾ രസമാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ്. ബാക്കി നമ്മൾ ടാറ്റ ബൈ ബൈ സീ യു പറഞ്ഞ് വീട്ടിൽ പോയി. ഓക്കെ, ബൈ ബൈ. എല്ലാവരും വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.